ഹായ് സ്റ്റുഡൻസ്, വി ഫോർ യു മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019-20 അധ്യയന വർഷത്തെ BA-BSc മലയാള സാഹിത്യം 2ാം സെമസ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മരണത്തിൻ്റെ സൗന്ദര്യം എന്ന പാഠമാണ്. എഴുതിയത് KP അപ്പൻ എഴുതിയ മരണത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1936 ആലപ്പുഴ ജില്ലയിലെ പൂന്തോപ്പിൽ പത്മനാഭൻ കാർത്തിയാനി ദമ്പതികളുടെ മകനായിട്ടാണ് KP അപ്പൻ്റെ ജനനം. ഇപ്പം ലേഖകനെക്കുറിച്ചാണ് പറയുന്നത്. 1936 ഓഗസ്റ്റ് 25 ആലപ്പുഴ ജില്ലയിലെ പൂന്തോപ്പിൽ പത്മനാഭൻ കാർത്തിയാനി ദമ്പതികളുടെ മകനായി KP അപ്പൻ ജനിച്ചു. 2008 അദ്ദേഹം മരിച്ചു. 2008 അദ്ദേഹത്തിൻ്റെ മരണം. ആലപ്പുഴയിലെ സനാതന ധർമ്മവിദ്യാശാലയിൽ സ്കൂൾ വിദ്യാഭ്യാസം നേടി. പിന്നീട് SD കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ ഉപരിപഠനം നടത്തി. ആലുവ UC കോളേജ്, ചേർത്തല SN കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി ജോലി നോക്കി. 1972 പ്രസിദ്ധീകരിച്ച ആദ്യ കൃതിയായ ശോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന ലേഖനത്തോടെയാണ് KP അപ്പൻ മലയാള സാഹിത്യ നിരൂപകരുടെ ഇടയിൽ ശ്രദ്ധേയനായി മാറുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. 1972 അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ആദ്യ കൃതി എന്ന് പറയുന്നത് ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന ലേഖനമാണ്. ആ ലേഖനത്തോടെയാണ് KP അപ്പൻ മലയാള സാഹിത്യ നിരൂപകരുടെ ഇടയിൽ ശ്രദ്ധേയനായി തീരുന്നത്. പ്രശസ്ത സാഹിത്യ നിരൂപകനാണ് അദ്ദേഹം. മലയാള സാഹിത്യ നിരൂപണത്തെ പുതിയ ദിശാമുഖങ്ങളിലേക്കൊക്കെ നയിച്ച വിമർശകരിൽ പ്രധാനിയാണ് KP അപ്പൻ. പരമ്പരാഗത ശൈലിയിൽ നിന്ന് വഴിതിരിയാതെ പോയിക്കൊണ്ടിരുന്ന നിരൂപണ സാഹിത്യത്തിന് പുതുതായൊന്നും സംഭാവന ചെയ്യാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിലാണ് പുതിയ പദ്ധതികൾ അദ്ദേഹം സ്വാംശീകരിച്ചെടുക്കുകയും അത് മലയാള കൃതികളുടെ വിശകലനത്തിന് പ്രയോജനപ്പെടുത്തുവാൻ ധൈര്യം കാണിക്കുകയും ചെയ്തുകൊണ്ട് KP അപ്പൻ കടന്നു വരുന്നത്. തികച്ചും പുതുമ അവകാശപ്പെടാൻ വേണ്ട നിലപാടുകളോടെയാണ് അദ്ദേഹം മലയാള സാഹിത്യ നിരൂപണ വേദിയിലേക്ക് കടന്നു വരുന്നത്. വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുകയും അതിനനുസരിച്ച് വിമർശനം നടത്തുകയും ആണല്ലോ പതിവ്. അപ്പോൾ പഴയ പ്രമാണങ്ങളോട് കലഹം കൂട്ടാനും അതിൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അതിനെയൊക്കെ പരിശോധിക്കാനും KP അപ്പൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്നതാണ് സത്യം. പഴയതിലെ നല്ല അംശങ്ങൾ സ്വാംശീകരിച്ചെടുത്ത് സ്വന്തമാക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നതും അദ്ദേഹത്തിൻ്റെ നിരൂപണ അല്ലെങ്കിൽ പ്രശസ്ത സാഹിത്യ നിരൂപകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ മലയാള സാഹിത്യം ഓർക്കാൻ ഇടവരുത്തി. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു, KP അപ്പൻ്റെ ആദ്യത്തെ ലേഖനമായ ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന ലേഖനത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ മലയാള സാഹിത്യ നിരൂപണത്തിലേക്കുള്ള അരങ്ങേറ്റം. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ അറിവുണ്ടായിരുന്ന KP അപ്പൻ, ആഴത്തിൽ അറിവുണ്ടായിരുന്ന KP അപ്പൻ അദ്ദേഹത്തിൻ്റെ ഗദ്യശൈലിയെ രൂപപ്പെടുത്താൻ സ്വാധീനിച്ചത് ബൈബിളായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. അപ്പോൾ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ ആഴത്തിൽ അറിവുണ്ടായിരുന്ന KP അപ്പൻ്റെ ഗദ്യശൈലിയെ രൂപപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ബൈബിളായിരുന്നു. ഇതിൻ്റെ പേരിൽ ക്രിസ്തീയ ബിംബങ്ങളുടെ തടവുകാരൻ എന്നു വരെ GN പണിക്കർ അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട്. ക്രിസ്തീയ ബിംബങ്ങളുടെ തടവുകാരനെന്ന് KP അപ്പനെ GN പണിക്കർ വിലയിരുത്തുന്നുണ്ട്. മലയാള സാഹിത്യത്തിൽ 70കളിലുണ്ടായ ആധുനികതാ പ്രസ്ഥാനത്തിന് ഒരു ദിശാബോധം നൽകുകയും ഭാവുകത്വ പരിണാമത്തിന് ഒരു സൈദ്ധാന്തിക ഭൂമിക ഒരുക്കുകയൊക്കെ ചെയ്ത നിരൂപകൻ എന്നാണ് മലയാള സാഹിത്യം അദ്ദേഹത്തെ ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇതൊക്കെയാണ്: ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം, വരകളും വർണ്ണങ്ങളും, ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം, കലഹവും വിശ്വാസവും, തിരസ്കാരം, ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു, മാറുന്ന മലയാള നോവൽ,
മധുരം നിൻ്റെ ജീവിതം, രോഗവും സാഹിത്യ ഭാവനയും തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ. ശ്രദ്ധിക്കുക, ഒരിക്കൽ കൂടി പറയാം. ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം, വരകളും വർണ്ണങ്ങളും, ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം, കലഹവും വിശ്വാസവും, തിരസ്കാരം, ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു, മാറുന്ന മലയാള നോവൽ, മധുരം നിൻ്റെ ജീവിതം, രോഗവും സാഹിത്യ ഭാവനയും തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ഇനി നമുക്ക് പഠിക്കാനുള്ള മരണത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന ഈ പാഠത്തിൽ KP അപ്പൻ വിവക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇടപ്പള്ളി രാഘവൻ പിള്ള എന്ന് പറയുന്ന കവിയുടെ കലാജീവിതവും സാമൂഹിക ജീവിതവും ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്ന പാഠമാണ് മരണത്തിൻ്റെ സൗന്ദര്യം. മരണത്തിൻ്റെ സൗന്ദര്യം എന്ന പാഠത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ, മലയാള സാഹിത്യത്തിലെ കാൽപ്പനികവാദിയായ അന്യൻ, അതായത് റൊമാൻറ്റിക് ഔട്ട്സൈഡർ, മലയാള സാഹിത്യത്തിലെ കാൽപ്പനികവാദിയായ അന്യൻ, റൊമാൻറ്റിക് ഔട്ട്സൈഡർ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കലാജീവിതവും സാമൂഹിക ജീവിതവും വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ ലേഖനത്തിൽ, അല്ലെങ്കിൽ മരണത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന ഈ ലേഖനത്തിൽ. ഇടപ്പള്ളിയുടെ സ്വകാര്യ വ്യക്തിത്വത്തിൻ്റെ ജീവശ്വാസം മരണത്തോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു സ്വാഭാവികമായ ആഭിമുഖ്യമായിരുന്നു എന്ന് KP അപ്പൻ വിലയിരുത്തുന്നു. ഇടപ്പള്ളി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ഇടപ്പള്ളി രാഘവൻ പിള്ള എന്ന് പറയുന്ന കവി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇടപ്പള്ളിയുടെ സ്വകാര്യ വ്യക്തിത്വത്തിൻ്റെ ജീവശ്വാസം മരണത്തോട് അദ്ദേഹം കാണിച്ച ഒരു സ്വാഭാവികമായ ഒരു ആഭിമുഖ്യമായിരുന്നു എന്ന് KP അപ്പൻ വിലയിരുത്തുന്നു. മരണത്തിന് നേരെയുള്ള സ്വാഭാവികമായ ഈ ആഭിമുഖ്യം സൃഷ്ടിയിലൂടെ ശക്തിയായി സൂചിപ്പിക്കുകയും അതിനെ സൃഷ്ടിയുടെ രംഗത്ത് മാത്രം ഒതുക്കി നിർത്താതെ പകരം ജീവിതത്തിലേക്ക് കൂടി പകർത്തി കാണിക്കുകയും ചെയ്ത ഒരു എഴുത്തുകാരനാണ് ഇടപ്പള്ളി. ജീവിതമെന്ന അന്യരാജ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാൽപ്പനികവാദിയായ ഒരു അന്യൻ്റെ അഭിലാഷം സ്വയം വളർന്ന് അവസാന ആത്മഹത്യയിൽ കലാശിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെയാണ് ഇടപ്പള്ളിയെക്കുറിച്ച് KP അപ്പൻ നമുക്ക് ഈ ലേഖനത്തിൽ കാണിച്ചു തരുന്നത്. ഇടപ്പള്ളിയുടെ കവിതയിലൂടെ അദ്ദേഹം സഞ്ചരിച്ച കാൽപ്പനിക ലോകത്തിൻ്റെ അന്യതാബോധത്തിലൂടെ, ആ ബോധത്തിലുണ്ടായ അഭിലാഷ ഭംഗത്തിലൂടെയൊക്കെ മരണവും ജീവിതവും തമ്മിലുള്ള അകലമില്ലാതാക്കാൻ ശ്രമിച്ചതായിട്ടുള്ള സൂക്ഷ്മ വിശകലനം തന്നെയാണ് നമുക്ക് ഈ പാഠത്തിൽ കാണാൻ കഴിയുന്നത്. ഈ ലേഖനം ഇടപ്പള്ളിയുടെ ദർശനം അദ്ദേഹത്തിൻ്റെ മൃത്യുബോധവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ജീവിതമെന്ന ഈ ഭൂമിയുടെ തിന്മ ഇടപ്പള്ളിയെ നിരന്തരമായി പീഡിപ്പിച്ചു. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ മരണത്തിൻ്റെ സൗന്ദര്യത്തിൽ അദ്ദേഹം അറിയാതെ തന്നെ ആകൃഷ്ടനായി മാറിയെന്നും മരണവും പ്രേമവും ഇടപ്പള്ളിക്ക് രണ്ട് പ്രിയപ്പെട്ട സഹോദരികളായിരുന്നുവെന്നും മരണവും സൗന്ദര്യവും പരസ്പരം ബന്ധപ്പെട്ട സങ്കല്പങ്ങളായതുകൊണ്ട് മരണത്തെ പ്രാപിക്കാനുള്ള ഇടപ്പള്ളിയുടെ ആഗ്രഹത്തിൽ സൗന്ദര്യത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹം തന്നെയാണ് അന്തർഭവിച്ചിരുന്നതെന്നും KP അപ്പൻ നിരീക്ഷിക്കുന്ന ലേഖനമാണ് മരണത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന ഈ ലേഖനം. ഈ ജീവിതത്തിലുള്ള വിശ്വാസമില്ലായ്മ കവിതയിലൂടെ പൂർണ്ണമായും പ്രകാശിപ്പിക്കുവാൻ പ്രയാസമാണെന്നും ആത്മകഥയിലൂടെ മാത്രമേ എനിക്കത് പൂർണ്ണമായി പ്രകാശിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ കഴിയൂ എന്നും ഉള്ള അബോധതലങ്ങളുടെ പ്രേരണയായിരിക്കാം ഈ ഇടപ്പള്ളി രാഘവൻ പിള്ളയെ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയുന്ന ഇച്ഛാശക്തിയിലേക്ക് എത്തിച്ചതെന്ന് KP അപ്പൻ വിവക്ഷിക്കുന്നു. സ്വന്തം കലയെയും ജീവിതത്തെയും ഒരുപോലെ സ്വാധീനിച്ച ഈ ഇച്ഛയായിരിക്കാം ഇടപ്പള്ളി കവിതയുടെ പീഡിപ്പിക്കുന്ന സൗന്ദര്യം എന്ന ഒരു സൗന്ദര്യത്തെ അവിടെ കാഴ്ചവെക്കാനും ശ്രമിക്കുന്നത്. ജീവിതത്തെ ഒരു അന്യരാജ്യമായി, ദുഃഖകാരണമായി, ഭൂമിയുടെ തിന്മയായി മാത്രം കണ്ടിരുന്ന ഇടപ്പള്ളി. അപ്പോൾ ഇടപ്പള്ളി കവിതകളെ നോക്കിയാൽ ജീവിതമെന്ന് പറയുന്നത് ഒരു അന്യരാജ്യമാണ് അദ്ദേഹത്തിന്. ദുഃഖകാരണമാണ് ജീവിതം, ഭൂമിയുടെ തിന്മയാണ് ജീവിതം എന്നതാണ്. അങ്ങനെ കണ്ടിരുന്ന ഇടപ്പള്ളി സ്വന്തം പീഡാനുഭവങ്ങളിൽ നിന്ന് സൗന്ദര്യം സൃഷ്ടിച്ചെടുത്തു. അതാണ് ഇടപ്പള്ളി കവിത എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കവിതയിലൂടെ ജീവിതത്തെയും അപഗ്രഥിക്കാൻ ശ്രമിക്കുന്ന ലേഖനമാണ് മരണത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന ഈ ലേഖനം. ഓക്കെ, ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. താങ്ക് യു.